നമസ്കാരം, ദിസ് ഈസ് ലിൻഡ ആൻഡ് കാർത്തിക്. ഞങ്ങളിപ്പോൾ ഉള്ളത് കംബോഡിയയിലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ കൊച്ചിയിൽ നിന്ന് തുടങ്ങിയ ഞങ്ങളുടെ യാത്ര വിയറ്റ്നാം വഴി ഇപ്പോൾ കംബോഡിയയിൽ എത്തിയിരിക്കുകയാണ്. കാടുകളിൽ നിന്ന് ഉയർന്നു വരുന്ന അമ്പലങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനാലയമുള്ളതും വെള്ളത്തിനുള്ളിൽ ആളുകൾ താമസിക്കുന്ന ഒഴുകുന്ന ഒരു ഗ്രാമവും പിന്നെ നിങ്ങൾ വിശ്വസിക്കാൻ പോലും സാധ്യതയില്ലാത്ത ചില ഭക്ഷണങ്ങളും ഞങ്ങൾ ഇവിടെ ട്രൈ ചെയ്തു. വെൽക്കം ടു കംബോഡിയ. 2021 സൂപ്പർ ഫേമസ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. ആഞ്ചലീന ജോളി അഭിനയിച്ച ടോം റൈഡർ എന്ന മൂവിയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ടാപ്രോം എന്ന ഈ ക്ഷേത്രം. ഇത് ജസ്റ്റ് ഒരു സാധാരണ ക്ഷേത്രമല്ല, പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ഒരു കിടിലൻ കോമ്പിനേഷനാണ്. രാജാവിന്റെ ആശ്രമം എന്നറിയപ്പെട്ടിരുന്ന ഈ ടെമ്പിൾ ഇപ്പോൾ 2 വലിയ മരങ്ങളാണ് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നത്. ഒരു വശത്ത് ഈ മരങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ് വർഷങ്ങൾ പഴക്കമുള്ള തകർന്നു പോയ മതിലുകൾക്ക്. മറുവശത്ത് ചില കല്ലുകളെയൊക്കെ തള്ളി മാറ്റി ഈ മരങ്ങൾ ലിറ്ററലി ക്ഷേത്രത്തിന്റെ പാർട്ടായി മാറിയിരിക്കുകയാണ്. കണ്ടാ ശരിക്കും കിളി പോകുന്ന ഈ ടെമ്പിള് ഇന്ന് ഇന്ത്യ കൂടെ ടീമപ്പ് ചെയ്തിട്ടാട്ടോ പ്രൊട്ടക്ട് ചെയ്തു വരുന്നത്. സോ പ്രകൃതി അതിന്റെ വഴിക്ക് വിട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഒരു ബിൽഡിംഗ് പ്രകൃതിയുമായിട്ട് ഇത്രയും ക്രേസി ഫ്യൂഷനിലേക്ക് വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് അല്ലാട്ടോ, ഇത് ഹിസ്റ്ററിയും നേച്ചറും മിക്സ് ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് ഫാന്റസി വേൾഡ് ആണ്. ഏക്കർ കണക്കിനാണിത്, ഏക്കർ കണക്കിന്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം എൻ്റെ എത്തിച്ചിട്ടുണ്ട് ഞങ്ങള്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അടുത്ത ടെമ്പിളിലോട്ട് പോവാണ്, ബയോൺ ടെമ്പിളിലോട്ട്. അവിടെ ഇനി എന്തൊക്കെയാണ്, അവിടുത്തെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ആദ്യത്തെ ടെമ്പിൾ കഴിഞ്ഞു, ഒരു കരിക്ക് കുടിച്ചു. ഇനി രണ്ടാമത്തെ ടെമ്പിളിലോട്ട് പോകണം. നമുക്ക് എത്ര കരിക്ക് കുടിക്കുന്നു നോക്കാം ഇന്നത്തെ ദിവസം. ഒരു കാടിന്റെ നടുക്ക് ഉയർന്നു വന്ന ഒരു കല്ലുമല, ലോകത്തില് ഒരിടത്തും കണ്ടെത്താൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു ക്ഷേത്രം, അതാണ് ബയോൺ ടെമ്പിൾ. ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ സ്റ്റോപ്പിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ബയോൺ ടെമ്പിളിലാണ്. ഈ ടെമ്പിളിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ബുദ്ധിസം ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജാവ്, ബൈ ദ ബൈ, ഇവിടുത്തെ രാജാവിന്റെ പേര് നമ്മുടെ രാജ്യത്തെ ആളുകളുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രാജാവിന്റെ പേരാണ് ജയവർമ്മ. ഈ ടെമ്പിളിന്റെ എൻട്രൻസ് തന്നെ നേരെ നോക്കിയാൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ബുദ്ധ സ്റ്റാച്ചു ആട്ടോ കാണുന്നത്. ഈ അങ്കോർ ടെമ്പിളിന്റെ മുകളിൽ ഇങ്ങനെ ഈ പൊന്തി നിൽക്കുന്ന സംഭവങ്ങളില്ലേ, അതിലെല്ലാം ചിരിക്കുന്ന ഫേസസ് കാണാൻ പറ്റും. അതെന്താന്ന് വെച്ചാല് ഈ അങ്കോർ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഈ അങ്കോർ കോംപ്ലക്സിന്റെ ഒറ്റ നടുക്കായിട്ടാണ്. ഈ ചിരിക്കുന്ന മുഖങ്ങളെല്ലാം ഇതിന്റെ എല്ലാം ഉണ്ടല്ലോ ആംഗിള്, ഈ സ്ഥലങ്ങൾ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ CCTV ക്യാമറ വിഷ്വൽസ് പോലെയാണ്. എവിടെ നിന്ന് നോക്കിയാലും ഈ ചിരിക്കുന്ന മുഖങ്ങൾക്ക് ഇവിടെ മൊത്തം കാണാൻ പറ്റും. നമ്മൾ കേരളത്തിലുള്ള ആളുകളെ മലയാളികൾ എന്ന് പറയില്ലേ, അതുപോലെ കംബോഡിയയിലുള്ള ആളുകളെ പറയുന്ന പേരാണ് കെമേർ. ഇതിന്റെയൊക്കെ ഒരു കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചോ? ഒരു ഇന്റർലോക്ക് കൺസ്ട്രക്ഷൻ ആട്ടോ. ഇത് കണ്ടോ, ഇത് ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കംബോഡിയയിൽ ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒട്ടുമിക്ക എല്ലാ അമ്പലങ്ങളും പണിതത് ഇവിടുത്തെ രാജാവായിരുന്ന ജയവർമ്മൻ രാജാവാണ്. ജയവർമ്മൻ രാജാവ് ബുദ്ധിസത്തിലോട്ട് മാറി എന്ന് പറഞ്ഞല്ലോ. പുള്ളിക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. പുള്ളീനെ തന്നെ ഒരു ദൈവീകതയുള്ള ഒരു രാജാവ് എന്നായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇവിടെ മൊത്തം ഏകദേശം 216 കല്ലേല് ചിരിക്കുന്ന, ഈ ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലച്ചിരിയല്ല, ഒരു സറ്റിലായിട്ടുള്ള ചിരിയില്ലേ, ഒരു പുഞ്ചിരി, അതുപോലത്തെ പുഞ്ചിരിയാണ് ഇവിടുത്തെ ഏകദേശം ഒരു 216 കല്ലേൽ കൊത്തിവെച്ചത്. രാജകൊട്ടാരത്തിൽ വരുമ്പോൾ ഞാൻ എന്താണെന്നറിയത്തില്ല, റാണിയാണെന്ന് തോന്നിപ്പോകും. അപ്പൊ കാർത്തിക് പറയും റാണിയല്ല, ഇത് പ്രാണിയാണ്. 216 കല്ലേല് ഇതുപോലത്തെ സ്മൈലിംഗ് ഫേസസ് ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞില്ലേ. ഇത് ഒറ്റ കല്ലേലല്ല കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് പസിൽ പോലെയാ. ചുണ്ടിന്റെ ഒരു കഷ്ണം, ഇങ്ങനെ ഒരു കല്ല്, ഇവിടെ ഒരു കല്ല്, മൂക്കിന്റെ ഇവിടെ ഒരു കല്ല്. ദേ ഒന്ന് കാണിച്ചു കൊടുത്തേ കാർത്തി, ഇതാണ് ഐറ്റം.
കാർത്തിക് എന്നോട് ചോദിക്കുവാണേ, ഒരു വലിയ രാജാവിന്റെ ഹിസ്റ്ററിയും ഇതുപോലത്തെ ഒരു അമ്പലത്തിന്റെ കഥയൊക്കെ ഇങ്ങനെ തമാശയാക്കി പറയാൻ പാടുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഹിസ്റ്ററിയിലെ മിസ്റ്ററി കഴിക്കുമ്പോൾ നമുക്ക് ആ ബോറിംഗ് ഉണ്ടാവാൻ പാടില്ലല്ലോ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാലല്ലേ നമുക്ക് ഇതിന്റെ ഒരു കഥ മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പറയുന്നല്ലേ സിമ്പിൾ, പറ, നിങ്ങൾ പറ. ഇവിടെ നിന്ന് എല്ലാരും വെള്ളം കോരിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. 14 മീറ്റർ ഡെപ്ത് ഉള്ള ഒരു കിണറാട്ടോ. ഇവിടുത്തെ ആളുകൾ ഇവിടുന്ന് വെള്ളം കോരിക്കൊണ്ട് പോകുന്നുണ്ട്, വിശുദ്ധ വെള്ളം. ഈ കൊത്തുപണികൾക്കും ഈ മുഖങ്ങൾക്കും ഒക്കെ ഏകദേശം 800 വർഷം പഴക്കമുണ്ട്. കംബോഡിയയുടെ വളർച്ചയും ദുരന്തങ്ങളും ഉപേക്ഷിക്കപ്പെടലും പുനർകണ്ടെത്തലുകളും എല്ലാം ഒരു ചിരിയോടുകൂടെ ഇവർ കണ്ടിട്ടുണ്ടാവും. മനുഷ്യരുടെ ക്രിയേറ്റിവിറ്റി അതൊരു സംഭവം തന്നെയാണെന്ന് ഈ ബയോൺ ടെമ്പിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഞങ്ങൾ ബയോൺ ടെമ്പിളിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ ഞങ്ങൾ പോകുന്നത് ഫേമസ് അങ്കോർ വാട്ടിലോട്ടാണ് പോണത്. പക്ഷെ അതിന് മുന്നേ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വേറൊരു സംഭവത്തിന്റെ വിശപ്പ്. ആ വിശപ്പിന് എന്തെങ്കിലും ഒരു അറുതി വരുത്തണം. എന്നിട്ട് നേരെ അവിടുന്ന് അങ്കോർ വാട്ട്. ഞങ്ങളൊരു കുട്ടി പെട്ടിക്കട കയറിട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടി. ചെറിയ ചെറിയ കടകളൊക്കെ കണ്ടപ്പോഴേ വൃത്തിയുടെ ചെറിയൊരു ഇഷ്യൂ. അപ്പൊ കയറില്ല. ചക്കോർത്ത് വാങ്ങിച്ചു. ചക്കോർത്ത് നമുക്ക് ഇതേപോലെ ചക്കോർത്ത് ഉണ്ടാക്കുന്നെങ്കിൽ എളുപ്പമുണ്ട്. സ്കീന്തോ ഒന്നും വേണ്ട. ഇതേണ്ടോ മുഴുത്ത ചക്കോർത്ത്, മധുരാണേ, പഴച്ചക്ക, പഴുത്ത ചക്ക വറുത്തത് ഉണ്ടോ. ഇത് മറ്റേ എണ്ണയിൽ വറുക്കുന്നതല്ല, അല്ലാണ്ട് മറ്റേ എയർ ഫ്രയർ പോലുള്ള സാധനത്തിൽ എന്തോ കണ്ട് വറുത്തെടുത്തേക്ക്. അതുണ്ട്. അങ്ങനെ ഇൻഡോമി പറഞ്ഞ് ഇൻഡോമി ചൂടാക്കിക്കൊണ്ടിരിക്കണം. ഇൻഡോമി പ്ലാസ്റ്റിക്കിലുള്ള ഐറ്റംസ് ഇതൊക്കെയാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കരിക്ക് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നൂഡിൽസ് അടിച്ചിട്ട് ബാക്കിയാണ്. അങ്ങനെ ടെമ്പിളുകളുടെ നാട്ടിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിളായ അങ്കോർ വാട്ടിലെത്തി നമ്മള്. കംബോഡിയയുടെ കാടുകളിൽ നിന്ന് 5 താമരമൊട്ടുപോലെ ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നു. അതാണ് ലോകത്തിലെ ഏറ്റവും കൂളായ ക്ഷേത്രം അങ്കോർ വാട്ട്. ഏകദേശം 900 വർഷം മുമ്പ് സൂര്യവർമ്മൻ എന്ന രാജാവ് നിർമ്മിച്ച ഈ ടെമ്പിൾ ആദ്യം ഹിന്ദു ദൈവങ്ങൾക്കുള്ളതായിരുന്നു. പിന്നീട് അത് ബുദ്ധമതക്കാർ ഏറ്റെടുത്തു. അങ്കോർ വളരെ വലുതാണ്. ഏകദേശം 500 ഏക്കറിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ചുറ്റുപാടും വെള്ളവും. മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്കോർ വെസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂര്യോദയം കാണാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നത്. അങ്കോറിന്റെ ഭിത്തികളിൽ 3000-ത്തിലധികം നീളമുള്ള കൊത്തുപണികൾ കാണാം. ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ള കഥകൾ. പിന്നെ മറ്റൊരു പ്രശസ്തമായ കൊത്തുപണിയാണ് ദേവന്മാരും അസുരന്മാരും ചേർന്നുള്ള ഒരു വടംവലി. വേറെ ഒന്ന് 2000-ത്തിലധികം അപ്സരസുകൾ. ഇപ്പൊ പറയുവാണെങ്കിൽ സ്വർഗത്തിലെ ഇൻഫ്ലുവൻസർമാര് ക്ഷേത്രം മുഴുവൻ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഓരോന്നും യുണീക്ക് പോസിൽ. ഏറ്റവും പഴയ ഒരു ഇൻസ്റ്റഗ്രാം ഫീഡ് എന്ന് വിളിക്കാം. അങ്കോർ വാട്ട് വെറും ഒരു പഴം കഥകളല്ല, കംബോഡിയയുടെ ഐഡന്റിറ്റിയുടെ ഏറ്റവും വലിയ സിംബലാണ്. അവരുടെ നാഷണൽ ഫ്ലാഗിൽ പോലും ഈ ടെമ്പിളാണുള്ളത്. അങ്ങനെ അങ്കോർ വാട്ടിൽ നല്ല അടിപൊളി സൺസെറ്റോടുകൂടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നാളെ മറ്റൊരു കംബോഡിയൻ വിശേഷമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ഫ്രം കംബോഡിയ.